ഇരുട്ടിൽ നടക്കാത്തവർ ആരാണ്? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ഇരുട്ടിൽ നടക്കാത്തവർ. അവർ ജീവനുള്ള വെളിച്ചം വഹിക്കുന്നവരായി തീരും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ദൈവവചനം ഇപ്രകാരം പറയുന്നു: ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതേ പ്രിയ സുഹൃത്തെ, യേശുവിനെ അനുഗമിക്കുന്നവരുടെ ഉള്ളിൽ ഈ പ്രകാശം ഉണ്ട്. ഒരുവൻ ഇരുളിനെയാണോ വെളിച്ചത്തെയാണോ അനുഗമിക്കുന്നത് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞു, ഫലത്തെ കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുവാൻ സാധിക്കും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു: വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണു കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. പ്രിയ സുഹൃത്തെ, ലക്ഷ്യം ഇല്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? എന്നാൽ യേശു നിങ്ങളോട് പറയുന്നു, എന്നെ അനുഗമിക്കൂ. എന്നാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇരുട്ടിൽ തട്ടി വീഴേണ്ട ആവശ്യമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു: യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി ഭവിക്കട്ടെ. ആമേൻ.